ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ദൈവാലയത്തിൽ ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. എല്ലാ കാലത്തും എല്ലാ നേരത്തും നമുക്കായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ സന്നിധിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റവും സുരക്ഷിതർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റവും സമാധാനം ലഭിക്കുന്നവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന സ്ഥലം. Hallelujah. The Bible says at his right hand are pleasures evermore. In his presence is fullness of joy. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ നിറവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലഭാഗത്ത് നമുക്കായിട്ടുള്ള എല്ലാ നന്മകളും ദൈവം ഒരുക്കിയിരിക്കുന്നു. ഇന്ന് ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളവരായിരിക്കാം, ഏറ്റവും സമാധാനമുള്ളവരായിരിക്കാം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, പറഞ്ഞാട്ടെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം. ദൈവമക്കൾ പ്രസ്താവിക്കണം, ദൈവമക്കൾ വിശ്വസിക്കണം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ കരുതുന്നു, ദൈവം നമ്മളെ കാണുന്നു, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, ദൈവം നമ്മളെ നടത്തുന്നു. Hallelujah. Hallelujah. In him we live and move and have our being, the Bible says. Acts 17 verse 28. നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നത് ദൈവത്തിലാണ്. യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമ്മൾ ഓരോ ശ്വാസവും എടുക്കുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. യെശയ്യാവ് 60:1-2 വാക്യങ്ങൾ പറയുന്നു. ഐസയ 60 verse 1 and 2 വചനം ഇങ്ങനെ പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് വായിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇറ്റ് ഈസ് എ കോൾ ടു സ്റ്റാൻഡ് ആൻഡ് റൈസ് അപ്പ്. ദൈവ മക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുകയാണ്, എഴുന്നേറ്റാട്ടെ. നിങ്ങളുടെ ഭാരത്തിൽ, നിങ്ങളുടെ ഭയത്തിൽ, നിങ്ങൾ ഇന്ന് വളരെ ഭാരപ്പെട്ട് നിങ്ങൾ ഇരുന്നു പോയോ? നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോയിരിക്കുകയാണോ? ദൈവം നിങ്ങളോട് പറയുന്നു, എഴുന്നേൽക്കുക, എഴുന്നേറ്റാട്ടെ, എഴുന്നേറ്റിട്ട് പ്രകാശിച്ചാട്ടെ. അത് പറയുന്നത് നമ്മളുടെ കാര്യം മാത്രം ചെയ്യാനല്ല പറയുന്നത്, നമ്മളുടെ ആവശ്യത്തിലേക്ക് മാത്രം നോക്കുവാനല്ല പറയുന്നത്. ദൈവം പറയുന്നത്, നിങ്ങൾ പ്രകാശിച്ചാട്ടെ. ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ, ചുറ്റും അന്ധകാരമെന്ന് തോന്നുന്ന സ്ഥലത്ത് ദൈവമക്കളെ ഇപ്പോൾ നമ്മൾക്ക് പ്രകാശിക്കുവാനുള്ള സമയമാണ്. It is a time for the children of God to arise and shine, for the glory of God is upon thee. നമ്മളുടെ ഓരോരുത്തരുടെയും മേൽ ഈ നിമിഷം, ഈ സമയം ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വവും വെളിപ്പെടുന്ന സമയങ്ങളാണ്. വചനം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ആരും നിരാശപ്പെട്ടു പോകരുത്, ആരും ഭയപ്പെട്ടു പോകരുത്, ആരും ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെടുന്നവരാകരുത്. എല്ലാവരും ദൈവത്തിൽ ആശ്രയം വെപ്പീൻ, ദൈവത്തോട് ഏറ്റവും അടുത്ത് ആയിരിപ്പീൻ, ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തെ മുറുകെ പിടിച്ച് ഓരോ നിമിഷവും മുൻപോട്ട് നീങ്ങുവീൻ. അതിനായിട്ടാണ് ദൈവം നമ്മളെ ഈ നാളുകളിൽ നമ്മളോട് സംസാരിക്കുന്നത്. അതാണ് ദൈവം ഈ നാളുകളിൽ നമ്മളോട് പ്രസ്താവിക്കുന്നത്. എൻ്റെ മക്കളെ, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ ലോകത്തെ അന്ധകാരമൊക്കെയും മൂടും. ഞാൻ നിങ്ങളിൽ ആയിരിക്കുന്നത്, എൻ്റെ മകനിൽ കൂടി നിങ്ങളെ വിളിച്ച് എൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നത് ഈ സമയം നിങ്ങൾ പ്രകാശിക്കുവാനായിട്ടാണ്. ഹല്ലേലൂയ. ഓരോരുത്തരെയും ജീവിതം ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രകാശം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന ജീവിതങ്ങൾ ആയിത്തീരും. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം എന്തായിരുന്നു? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളിലുണ്ട്, അനേക വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഈ വർഷം നമ്മളെ നയിക്കുവാൻ ദൈവം തന്ന വാഗ്ദത്തം എന്തായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എത്ര പേരുടെ കയ്യിലുണ്ട് ബുക്ക് മാർക്സ്? ബൈബിൾസ് ഉണ്ടോ? ബുക്ക് മാർക്സ് ഉണ്ടോ? എന്ന് ഉയർത്തി പിടിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്താണ് ദൈവം നമുക്ക് തന്ന ആ ഒരു വാഗ്ദത്തം? നമ്മളെ ഈ വർഷം നയിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് തന്ന ഒരു വാഗ്ദത്തം. എല്ലാം
വളരെ പ്രധാനമായിട്ട് എല്ലാറ്റിലും ഉപരിയായിട്ട് പിടിച്ച് നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ തന്ന ഒരു വാഗ്ദത്തം എന്താണ്? 1 യോഹന്നാൻ 5:4 വചനം എന്താണ് അവിടെ പറയുന്നത്? 1 John 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:4 അവിടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. ആ വചനം പറയുന്നത് ഈ ലോകത്തിൽ അനേക രീതിയിലുള്ള പരീക്ഷണങ്ങളുണ്ടാകും, അനേക രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ നമുക്കെല്ലാം അറിയാം നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത്. എന്നാൽ ഈ വചനം പറയുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെയും ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ മധ്യത്തിൽ ദൈവം നമുക്ക് ജയം തരും. എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്? നമ്മളുടെ വിശ്വാസത്തിൽ കൂടി. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ നാളുകളിൽ ദൈവമക്കൾ ഇതിൻ്റെയൊക്കെയും നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങളുടെയൊക്കെയും മധ്യത്തിൽ ജയാളികളായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് ചിന്തിച്ചാട്ടെ, ഈ സമയത്ത് എന്താണ് ഈ ലോകത്തിലൊക്കെയും നടക്കുന്നത്? യോഹന്നാൻ 16:34 യേശു പറയുന്നു, John 16:33 യേശു പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു എന്താണ് പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യേശു ആരോടേലും പറഞ്ഞോ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകത്തില്ലെന്ന്? ഏതേലും ദൈവമക്കളോട് യേശു പറഞ്ഞു, എൻ്റെ മകനെ മകളെ, നീ ജീവിക്കുന്ന ഈ ഒരു ആയുസ്സിൽ നിനക്ക് ഒരു കഷ്ടം ഉണ്ടാകത്തില്ലെന്ന് കർത്താവ് ആരോടേലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യേശു പറഞ്ഞത് തൻ്റെ വചനം കേട്ട് അത് സ്വീകരിച്ച ദൈവമക്കളോടാണ് യേശു പറയുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വിശ്വാസിയും പറയരുത്, ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് ഇനി എനിക്ക് എല്ലാ സുഖമാ, എല്ലാ അനുഗ്രഹമാ, പ്രോസ്പെറിറ്റിയാ, ബ്ലെസ്സിങ്ങാ, ഓൺലി ബ്ലെസ്സിങ്. നോ, യു വിൽ ഹാവ് ട്രിബുലേഷൻസ്. ഈ ലോകത്തിൽ കഷ്ടമുണ്ടാകും. ഈ ലോകത്തിൽ വളരെ പ്രശ്നങ്ങൾ വരും. എന്നാൽ യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾക്ക് അനേക പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ചുറ്റും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ there is the fear of the present, there is the fear of the future. ഇന്നിനെ പറ്റിയുള്ള ഭയം, നാളെയെ പറ്റിയുള്ള ഭയം, അതുപോലെ നമ്മുടെ ഉള്ളിൽ പല സംശയങ്ങൾ വരുന്നു. ദൈവമേ, ഞാൻ ഇനി നാളെ എന്ത് ചെയ്യും? അങ്ങ് എന്നോട് പറഞ്ഞുവല്ലോ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന്, അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ എനിക്ക് നല്ലൊരു ഭാവി നൽകുമെന്ന്. എന്നാലും ദൈവമേ, എൻ്റെ ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ സംശയം ഉദിക്കുന്നു, അവിശ്വാസം വരുന്നു. ദൈവമേ, ഇനിയും ശരിയാകുമോ എൻ്റെ ജീവിതം? There is fear, there is doubt, there is unbelief. And some of you even suffer setbacks. Disappointments will come. നിരാശകൾ വരും. യേശു പറഞ്ഞ് കഷ്ടമുണ്ടാകും ഈ ലോകത്തിൽ. പക്ഷേ ആ സമയത്ത് നമ്മളെ കൈവിടുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. യേശു പറഞ്ഞതെന്താണ്? മത്തായി 28:20 ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. 2026 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, മുൻപോട്ട് എല്ലാ വർഷക്കാലത്തും ഞാൻ നിങ്ങളോടുണ്ട്. ഒരിക്കലും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. യു വിൽ നെവർ ബി അലോൺ. ജീസസ് സേസ് ഐ വിൽ ബി വിത്ത് യു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്ന് ബലപ്പെടാം. യേശു പറഞ്ഞത് എന്താണ്? എങ്കിലും, ഇവിടെ പറഞ്ഞാട്ടെ, John 16:33 യേശു പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും, പറഞ്ഞാട്ടെ, എങ്കിലും ധൈര്യപ്പെടുവീൻ. ഹല്ലേലൂയ. ഇന്ന് യേശു എന്താണ് നമ്മളോട് പറയുന്നത്? ഇതെല്ലാം നടക്കുന്നുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ധൈര്യപ്പെടുവീൻ. പറഞ്ഞാട്ടെ, ധൈര്യപ്പെടുവീൻ. കർത്താവ് നമ്മളോട് പറയുകയാണ്, ധൈര്യപ്പെടുവീൻ, ടേക്ക് ഹാർട്ട്, ധൈര്യപ്പെടുവീൻ. എന്തുകൊണ്ടാണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും പറയുമല്ലോ, ബിക്കോസ് ഹി ലീവ്സ് ഐ വിൽ ഓൾസോ ലീവ്, അല്ലേ? യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്?
അത് കർത്താവിൽ നമുക്കുള്ള പ്രത്യാശയാണ്, വിശ്വാസമാണ്. അത് കർത്താവിൽ നമുക്കുള്ള ഒരു ഉറപ്പാണ്. എനിക്ക് ഈ ലോകത്തിൽ അനേകം പരീക്ഷണങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും യേശു ഇതിനെ ജയിച്ചതുകൊണ്ട് ഞാനും ഒരു ജയാളിയായിട്ട് ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ യേശുവിൽ കൂടി വീണ്ടും ജനിച്ചതുകൊണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നത് കൊണ്ട് ഞാനും ജയിക്കും. ഹല്ലേലൂയ. യേശു പറയുന്നു, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം ഈ വേളയിൽ? നമ്മൾ ധൈര്യപ്പെടണം. യേശുവിൻ്റെ വചനം നമ്മൾ വായിച്ചു കൊണ്ടേയിരിക്കണം. യേശു നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ഓരോ വാക്കുകൾ ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു കുഞ്ഞ് വളരെ ഭയപ്പെടുന്ന ഒരു കാര്യം കുഞ്ഞിന് സംഭവിക്കുമ്പോൾ ആ കുഞ്ഞ് ഏറ്റവും സന്തോഷിക്കുന്നത്, ഏറ്റവും സമാധാനപ്പെടുന്നത് എപ്പോഴാണ്? അപ്പനോ അമ്മയോ അടുത്തോട്ട് ചേർത്ത് നിർത്തി ആ കുഞ്ഞിനോട് സമാധാനത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുമ്പോഴാണ്, അല്ലേ? തന്നോട് ചേർത്ത് പിടിച്ച്, എൻ്റെ കുഞ്ഞെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇൻ ദ ലോർഡ്സ് ബൂസം, ഹിയറിംഗ് ദ ബീറ്റ് ഓഫ് ഹിസ് ഹാർട്ട്, ഹിയറിംഗ് ഹിസ് വോയിസ്, എവറി ചൈൽഡ് ഈസ് കംഫർട്ടഡ്. അതുപോലെ നമ്മളും ഈ നാളുകളിൽ ദൈവത്തോട് ഏറ്റവും പറ്റിച്ചേർന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പിനെ കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം, സംസാരം, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ എല്ലാ ഭയവും അകന്നു പോകും. ഹല്ലേലൂയ. നമ്മൾക്ക് ധൈര്യം ലഭിക്കും. യേശുവിടെ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു സംസാരിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും എന്ത് തന്നെ നടന്നുകൊള്ളട്ടെ, അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ദൈവം തരുന്ന ഒരു സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. ഞാൻ എന്തിനാ ഈ വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ. എങ്ങനെ? എന്നിൽ സമാധാനം ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലാണ് നമുക്ക് സമാധാനം. യേശുവിനോട് ഒന്നായിരിക്കുമ്പോൾ, യേശുവിൻ്റെ വചനത്തിലായിരിക്കുമ്പോൾ, യേശുവിനോടുള്ള സംസർഗത്തിൽ, യേശുവിനോടുള്ള ഒരു ഐക്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനമുണ്ടാകും. എന്തു തന്നെ സംഭവിച്ചുകൊള്ളട്ടെ, എന്തു തന്നെ പ്രതികൂല സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, എന്നാലും എൻ്റെ കർത്താവിൽ എനിക്കൊരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിനോട് ലഭിക്കുന്ന അനുഗ്രഹം. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ ലോകത്തെ പോലെ ഭയപ്പെട്ട് ജീവിച്ചാൽ പോരായോ? യേശു ക്രിസ്തുവിൽ ആണെങ്കിൽ, ഇഫ് ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ് ആൻഡ് ഹി ലിവ്സ് ഇൻ മൈ ഹാർട്ട്, ഐ വിൽ ഹാവ് ദ പീസ് ദാറ്റ് ജീസസ് ഗീവ്സ്. അല്ലേ? യേശു ക്രിസ്തു സമാധാന പ്രഭു ആണെങ്കിൽ, ആ സമാധാന പ്രഭുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ, എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ, ആ സമാധാന പ്രഭു തരുന്ന സമാധാനം എന്നെ എപ്പോഴും കാത്തുകൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് യോഹന്നാൻ 14:1 ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അല്ലേ? എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശിഷ്യന്മാർ വിചാരിച്ചു എല്ലാത്തിൻ്റെയും അവസാനമായി, ഞങ്ങൾ കേട്ട് ഞങ്ങൾ വിശ്വസിച്ച നല്ല കാലം തീരുകയാണ്, കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്, യേശുവിൻ മരണത്തിലേക്ക് പോവുകയാണ്. യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കായിട്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായിട്ടൊരു വാസസ്ഥലം ഒരുക്കുവാനായിട്ടാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുവീൻ. ഇന്ന് നമ്മൾ വിശ്വാസം വെച്ചിരിക്കുന്നത് എന്തിലാണ്? യേശു ക്രിസ്തുവിലാണ്, നമ്മുടെ സ്വർഗീയ പിതാവിലാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുവീൻ. ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയം വെപ്പീൻ. യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തെ പ്രകടമാക്കേണ്ട സമയമാണ്. ദിസ് ഈസ് ദ ടൈം ടു ഡെമോൺസ്ട്രേറ്റ് അവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവമക്കളെ, എല്ലാ കാലത്തും സുഖമായിട്ടെല്ലാം പോവുകയാണെങ്കിൽ ദൈവമക്കൾക്ക് എല്ലാ വാക്യങ്ങളും ഒക്കെയും പറയാനും അതൊക്കെയും വിശ്വസിക്കുവാനും ഒക്കെ വളരെ ഈസിയാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു ശോധനയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ എന്തിൽ വിശ്വസിച്ചു, എങ്ങനെ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പരീക്ഷണമാണത്. ഈ നാളുകളിൽ ദൈവമക്കൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ നടക്കേണ്ട ദിവസങ്ങളാണ്. കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവ് പറഞ്ഞ ഓരോ വാക്കും ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടെ മുൻപോട്ട് പോകേണ്ട ദിവസങ്ങളാണ്. There is no other way that you can overcome the world. എന്താണ് 1 John 5:4 പറയുന്നത്? This is the victory that has overcome the world, our faith.
നമ്മളുടെ വിശ്വാസത്താലാണ് നമ്മൾ ഈ ലോകത്തെ ജയിക്കുന്നത്. ഒന്ന് വെച്ചാട്ടെ, 1 യോഹന്നാൻ 5:4 അവിടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും. നിങ്ങളെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. യു ആർ ബോൺ ഫ്രം ഗോഡ്, യു ആർ ബോൺ ഫോർ ഗോഡ്. യു ആർ ബോൺ ഫ്രം ഹെവൻ, യു ആർ ബോൺ ഫോർ ഹെവൻ. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, ദൈവത്തിനായിട്ട് ജനിച്ചവരാണ്. നാം സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണ്, നമ്മൾ സ്വർഗത്തിനായിട്ട് ജനിച്ചവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുന്നവരാണ്. ഒരു ദിവസം നമ്മുടെ സ്വർഗീയ പിതാവിനോട് കൂടെ, യേശുവിനോട് കൂടെ നിത്യതയിൽ സ്വർഗത്തിലായിരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു ജനമാണ്. 2 കൊരിന്ത്യർ 4:18 പറയുന്നത് എന്താണ്? നമ്മൾ ദൃഷ്ടി വെക്കുന്നത് കാണുന്നതിലല്ല. ഇവിടെ പറയുന്നു 2 കൊരിന്ത്യർ 4:18, 2 Corinthians 4:18, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. നമ്മൾ ആരും ഈ കാണുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കരുത്. വേണ്ട വരുന്നു, വേണ്ട പോകുന്നു, അതിലൊന്നും കൊണ്ട് കുലുങ്ങരുത്. നിങ്ങളുടെ ദൃഷ്ടി നിത്യതയെ വെച്ചുകൊള്ളുക. എപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. ഹല്ലേലൂയ. ദൈവം എനിക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ജീവിതം, ദൈവകരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. ഹല്ലേലൂയ. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. ആദ്യമേ എന്താണ് ഈ വചനം പറയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും. അതുകൊണ്ട് ആദ്യമേ നമുക്ക് മനസ്സിലാക്കാം, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, ദൈവത്തിനായിട്ട് ജനിച്ചവരാണ്. 1 യോഹന്നാൻ 5:4 അവിടെ അവർക്ക് എന്തു സംഭവിക്കുമെന്ന് പറയുന്നു? അവർ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മൾ എങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത്? വിശ്വാസത്താലാണ്. 2 കൊരിന്ത്യർ 5:7 നമ്മൾ ഈ ലോകത്തെ ജയിക്കുന്നത് 2 കാര്യങ്ങളാണ്. യു ഹാവ് ടു ലിവ് ബൈ ഫെയ്ത്ത് ആൻഡ് യു ഹാവ് ടു ലിവ് ദ ഫെയ്ത്ത്. എന്താണ് പാസ്റ്റർ അതിൻ്റെ വ്യത്യാസം? യു ഹാവ് ടു ലിവ് ബൈ ഫെയ്ത്ത്, അതായത് ദൈവത്തിൽ വിശ്വാസത്താൽ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് യു ഹാവ് ടു ലിവ് ദ ഫെയ്ത്ത്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അത് നിങ്ങൾ ജീവിക്കേണ്ടതും ആവശ്യമാണ്. ഹല്ലേലൂയ. പറഞ്ഞാൽ മാത്രം പോരാ, ആ വിശ്വാസം നിങ്ങൾ ജീവിച്ച് കാണിക്കുകയും ചെയ്യണം. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഫെയ്ത്ത് ബൈ ഇറ്റ് സെൽഫ് ഇഫ് നോട്ട് അക്കംപനീഡ് ബൈ ആക്ഷൻ ഈസ് ഡെഡ്. പ്രവർത്തികളില്ലാത്ത വിശ്വാസം അതിന് ജീവനില്ലാത്ത വിശ്വാസമാണ്. ഹല്ലേലൂയ. സോ ആദ്യമേ നമ്മളുടെ വിശ്വാസമാണ് ലോകത്തെ ജയിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ വി ഹാവ് ടു ലിവ് ബൈ ഫെയ്ത്ത്. 2 Corinthians 5:7 പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം ജീവിക്കുന്നത്. നമ്മൾ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഓരോ നിമിഷവും ദൈവത്തിൽ വിശ്വാസം വെച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വാസം വെച്ചാണ് നാം ജീവിക്കുന്നത്. ഗലാത്യർ 2:20 പറയുന്നു, ഗലേഷ്യൻസ് 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇനി ജീവിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. സോ ലിവ് ബൈ ഫെയ്ത്ത്. രണ്ടാമതായിട്ട് ലിവ് ദ ഫെയ്ത്ത് ദാറ്റ് യു പ്രൊഫെസ്. യാക്കോബ് 2:26 പറയുന്നു, യാക്കോബ് 2:26, ജെയിംസ് 2:26, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ഫെയ്ത്ത് ബൈ ഇറ്റ് സെൽഫ് ഇഫ് നോട്ട് അക്കംപനീഡ് ബൈ ആക്ഷൻ ഓർ ഡീഡ്സ് ഇസ് ഡെഡ്. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസം നമ്മളുടെ പ്രവൃത്തിയിൽ നമ്മൾ കാണിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നാം വിശ്വസിക്കുന്നത്? ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ നമ്മുടെ വിശ്വാസം പ്രകടമാക്കേണ്ട സമയമാണ്. സോ ലിവ് ദ ഫെയ്ത്ത് ദാറ്റ് യു പ്രൊഫെസ്. ദൈവമക്കളെ, നമ്മളെല്ലാവരും വിശ്വാസികളാണെന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരും തമ്മിലുള്ള എന്താണ് വ്യത്യാസം? നമ്മുടെ വിശ്വാസത്തിൽ നാം ജീവിച്ച് കാണിക്കണം. നമ്മളുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ വിശ്വാസമായിരിക്കണം പ്രകടമാകുന്നത്, അല്ലാതെ അവിശ്വാസമല്ല.
ഇത് സംഭവിക്കും, അത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. ഇതാണോ വിശ്വാസം? അല്ല. ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഞാൻ യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ വസിക്കുന്നത് ആരുടെ ചിറകിൻ കീഴിലാണ്? ആരുടെ നിഴലിൻ കീഴിലാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. നമ്മൾ ഈ മെസ്സേജിൻ്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുവാൻ പോവുകയാണ്. എല്ലാവരും ഒരുമിച്ച് പ്രസ്താവിക്കുവാൻ പോകണം. ബൈബിൾ എടുത്ത് ഒരുമിച്ച് നമ്മൾ വായിക്കാൻ പോകണം. സാം 91. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു നമ്മളുടെ വിശ്വാസം പ്രകടമാക്കേണ്ടതാണ്. ഞാൻ വചനം വായിക്കുമ്പോൾ ഒരു വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെ കാണുമ്പോൾ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയെ നോക്കുമ്പോൾ അവൾ യേശുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേര് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ലോകത്തിൻ്റെ രീതിയിൽ നോക്കിയാൽ ഒരു രീതിയിലും ആ ഒരു പേരവിടെ വരരുതാത്തതാണ്. ഇന്ന് നമ്മളുടെയൊക്കെ അറിവും ജ്ഞാനവും കഴിവും ഒക്കെ വെച്ച് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീയുടെ പേര് യേശുവിൻ്റെ ജീനിയോളജിയിൽ there is no way it should be there, but still her name is mentioned there. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ തലമുറയിൽ അനേകർ ജനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തലമുറയിൽ ഉണ്ടായിരുന്ന എല്ലാവരിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തത് അവളെയാണ്, ഈ തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അതുപോലെ തന്നെ എബ്രായർ 11 നോക്കുമ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ലയോ, ദ ബോർഡ് ഓഫ് ഫെയിം. ഓരോ വർഷത്തെയും ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് പേരൊക്കെ അവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കും അല്ലേ? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളവർ? നമ്മളൊക്കെ അവിടെ നോക്കിയിട്ട് ചോദിക്കും, എൻ്റെ പേരും അവിടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. എബ്രായർ 11 വായിക്കുമ്പോൾ അവളുടെ തലമുറയിൽ നിന്ന് ഇവളുടെ പേരും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വിശ്വാസികളുടെ ഇൻ ദ ഹോൾ ഓഫ് ഫെയിം ഓഫ് ഫെയ്ത്ത് her name appears there. ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്? നമ്മൾക്ക് വളരെ വിശ്വസിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 1:5-6 വാക്യം വായിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ ഈ പേര് കാണുകയാണ്. അവളുടെ പേര് റഹാബ്. ഇവിടെ പറയുന്നു മത്തായി 1:5-6 വാക്യങ്ങൾ, ശൽമോൻ റഹാബിൽ ബോവാസിനെ ജനിപ്പിച്ചു, ബോവാസ് റൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അതായത് സൽമോൻ റഹാബിനെ കല്യാണം കഴിച്ചു, അവർക്കൊരു മകനുണ്ടായി ബോവാസ്. ബോവാസ് റൂത്തിനെ കല്യാണം കഴിച്ചു, അവർക്ക് മകനുണ്ടായി ഒബേദ്. ഒബേദിൻ്റെ മകൻ ജെസ്സി, ജെസ്സിയുടെ മകൻ ദാവീദ്. നമുക്കറിയാം ദാവീദ് വംശത്തിൽ നിന്നാണ് യേശു ക്രിസ്തു വന്നത്. അപ്പോൾ ആ ഒരു വംശാവലിയിൽ റഹാബിൻ്റെ പേര് വരികയാണ്. ഒന്ന് ഓർത്ത് നോക്കി, ആ തലമുറയിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നിരിക്കാം. എന്നിട്ടും ഈ റഹാബിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർ 11:31 വാക്യം കുറച്ചുകൂടെ റഹാബിൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വീശുന്നു. എന്തുകൊണ്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്? ഒരു കാര്യം അവിടെ വെളിപ്പെടുന്നു. എന്താണ് പറയുന്നത്? ബൈ ഫെയ്ത്ത്. പറഞ്ഞാട്ടെ, വിശ്വാസത്താൽ അവളുടെ ജീവിതത്തിൽ അവൾ പ്രകടമാക്കിയ വിശ്വാസമാണ് ദൈവം അവളെ തിരഞ്ഞെടുക്കുവാൻ ആയത്. എന്താണ് അവളെപ്പറ്റി പറയുന്നത്? വിശ്വാസത്താൽ. ആരാണ്? റഹാബ് എന്ന വേശ്യ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വേശ്യ എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മുടെ ഉള്ളിൽ ഇമ്മീഡിയറ്റ്ലി വരുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? ആരെങ്കിലും ആ വ്യക്തിയെ പിന്നെ രണ്ടാമതൊന്ന് തിരിഞ്ഞു നോക്കൂ. ഏറ്റവും തള്ളിക്കളയേണ്ടവൾ, ഏറ്റവും നിരസിക്കേണ്ടവൾ, എല്ലാവരും ന്യായം വിധിക്കാൻ ഏറ്റവും താല്പര്യപ്പെടുന്ന ഒരു ജീവിതമല്ലേ ഇവിടെ പറയുന്നത്? വിശ്വാസത്താൽ റഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു, അവിശ്വാസികളോട് കൂടെ നശിക്കാതെയിരുന്നു. ബൈ ഫെയ്ത്ത് ദ പ്രോസ്റ്റിറ്റ്യൂട്ട് റഹാബ്, because she welcomed the spies, was not killed with those who were disobedient. ഇവിടെ പറയുന്നു വിശ്വാസത്താൽ റഹാബിൻ്റെ ജീവിതത്തിൽ നാശം നടക്കാതെ പോയി. അവൾ നശിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. എന്തുകൊണ്ടാണ്? അവളിൽ പ്രകടമായ വിശ്വാസമാണ്. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ഒന്ന് ധ്യാനിക്കാം. എന്തുമാണ് ഈ റഹാബ് പ്രകടമാക്കിയ വിശ്വാസം? അവളെയും അവളുടെ കുടുംബത്തെയും നാശത്തിൽ നിന്ന് രക്ഷിച്ച
വിശ്വാസം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. ദൈവമക്കളെ, ഇതിന്നും ഈ 2026 മാർച്ച് 8 ദിവസവും ഇതേ വിശ്വാസം ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നമ്മളും ഈ നിമിഷം നാശത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതേ വിശ്വാസം പ്രകടമാക്കേണ്ടത് ആവശ്യമാണ്. ഈ റഹാബിൻ്റെ ജീവിതം അതാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. എങ്ങനെ ചുറ്റും നാശം നടക്കുമ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് വരുവാൻ കഴിയുമെന്നാണ്. എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്നുള്ളത് റഹാബിൻ്റെ ജീവിതം നമ്മളോട് വിളിച്ചു പറയുന്നു. ഈ റഹാബിനെ പറ്റി പറയുമ്പോൾ വചനം പറയുന്നത് അവൾ ഒരു വേശ്യയായിരുന്നു. എല്ലാ ജനത്താലും എല്ലാവരും താഴ്ത്തി നോക്കുന്ന ഒരു വ്യക്തി, എല്ലാവരും തഴയുന്ന ഒരു വ്യക്തി, ഒരു രീതിയിലും കേമന്മാരുടെ ഇടയ്ക്കൊന്നും മറ്റുള്ളവരുടെ ഇടയ്ക്കൊന്നും അവളുടെ പേരെടുത്ത് പറയുവാനേ കൊള്ളാത്ത ഒരു വ്യക്തി എന്ന് ലോകം പറയുമായിരിക്കാം. പക്ഷേ സങ്കീർത്തനം 103:8 പറയുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ. ഹല്ലേലൂയ. ദ ലോർഡ് ഈസ് ഗ്രേഷ്യസ് ആൻഡ് കമ്പാഷനേറ്റ്, സ്ലോ ടു ആങ്കർ ആൻഡ് അബൗണ്ടിങ് ഇൻ ലവ്. ഹല്ലേലൂയ. ദൈവം ഏറ്റവും ദീർഘക്ഷമയും കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവനാണ് നമ്മുടെ ദൈവം. നിങ്ങളെ എത്ര തന്നെ ഈ ലോകം നിങ്ങളെ തള്ളി പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളെ എത്ര തന്നെ മോശമാണെന്ന് ഈ ലോകം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളെ അനുഗ്രഹിക്കാതെ ദൈവം കടന്നു പോവുകയില്ല. റഹാബിൻ്റെ ജീവിതം അതാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. God did not pass by without blessing her. അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. നമ്മളുടെയും ജീവിതം, ഓരോരുത്തരുടെയും ജീവിതം പറ്റിയിട്ടുണ്ടാകാം കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. നമ്മൾ പറയുമായിരിക്കാം, ദൈവമേ ഞാൻ ഒരു രീതിയിലും യോഗ്യയല്ല, എൻ്റെ പ്രവർത്തികൾക്കനുസരിച്ച് അങ്ങ് എന്നോട് ഇടപെടണമെങ്കിൽ ഞാൻ എന്നേ നശിച്ചു പോകേണ്ടവനാണ്. എന്നാൽ വചനം പറയുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. നമ്മൾ ഓരോ നിമിഷവും ആശ്രയിക്കുന്നത് ഈ ദൈവത്തിലാണ്. നമ്മളുടെ സൽപ്രവർത്തിയിലും ഒന്നുമല്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ, കരുണയിൽ, കൃപയിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ റഹാബിനെ പോലെ നമ്മളും അനുഗ്രഹം പ്രാപിക്കും. രണ്ടാമതായിട്ടൊരു കാര്യം മനസ്സിലാക്കാം. അവൾ താമസിച്ചിരുന്നത് എവിടെയാണ്? യെരിഹോ പട്ടണത്തിൽ. ആ പട്ടണത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ്. വചനം പറയുന്നു, യോശുവ 2:15 അവളുടെ വീട് എവിടെയായിരുന്നു? കോട്ട മതിലിന്മേലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. യെരിഹോ പട്ടണം, ആ പട്ടണത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ചുറ്റും ഒരു മതിൽ പണിതേക്കുകയാണ്. വി ഓൾ നോ അബൌട്ട് ദ വാൾസ് ഓഫ് ജെറിക്കോ അല്ലേ? എന്നിട്ട് ഇവളുടെ വീട് എവിടാ? ആ മതിലേല. ഒരു പട്ടണം, ആ പട്ടണത്തിന് ചുറ്റും മതിൽ പണിയുന്നു. ഈ മതിൽ എന്തിനാണ് പണിയുന്നത്? ഈ പട്ടണത്തെ സംരക്ഷിക്കാനാണ്. അപ്പം വെളിയിൽ നിന്ന് ശത്രു അറ്റാക്ക് ചെയ്താൽ ആദ്യമേ ഹിറ്റ് ചെയ്യുന്നത് എവിടാ? ഈ മതിലേല. ഈ മതിൽ നശിപ്പിച്ച് ശത്രുവിനകത്തോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അകത്ത് ജീവിക്കുന്നവരെല്ലാം വളരെ സുരക്ഷിതരായിട്ട് ജീവിക്കുകയാണ്. കാരണം ഈ മതിലൊരു കോട്ടയായിട്ട് ചുറ്റുമുണ്ട്. എന്നാൽ ഇവൾ ജീവിക്കുന്നതോ ഈ സംരക്ഷണത്തിലൊന്നുമല്ല. അവൾ ജീവിക്കുന്ന ആ മതിലേല. എന്തുവേലും വീണാൽ ആദ്യം വീഴുന്ന ഇവളുടെ മുകളിലോട്ടാണ്. ഇന്നും അങ്ങനെ തോന്നുന്നില്ലേ? ഇപ്പം വീഴുമോ? അവിടെ പോക, ഇവിടെ പോക, പേടിയാ. ഇവൾ ജീവിക്കുന്ന മതിലേല. ആ മതിൽ നശിപ്പിച്ചാലേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സുരക്ഷിതമായിട്ട് നല്ല വീടുകളിൽ താമസിക്കുമ്പോൾ ഇവൾ ജീവിക്കുന്നത് ഇൻ ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസ്. ഷീ വാസ് ലിവിങ് ഓൺ ദ വാൾ. അതാണ് വചനം പറയുന്നത്. വചനം പറയുന്നത് അവളുടെ വീട് കോട്ട മതിലിന്മേലായിരുന്നു, അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. നിങ്ങൾക്കിന്ന് നിങ്ങൾ സുരക്ഷിതരല്ലെന്ന് തോന്നുന്നുണ്ടോ? ഒരു നിമിഷം റഹാബിനെ പറ്റി ചിന്തിക്കുക. റഹാബിന് എന്ത് തോന്നിക്കാണും? ആ മതിലിന്മേൽ അവൾ ജീവിക്കുന്നതായിരുന്നു. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം, എന്തുകൊണ്ടാണ് അവൾ അവിടെ ആയിരുന്നത്? ബൈബിളിലൊരു ഉത്തരവും പറയുന്നില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ ഈ തള്ളപ്പെട്ടവരൊക്കെ ഏറ്റവും വെളിയിൽ പോയി താമസിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി അവളവിടെ ആയിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ നല്ലവർ, കേമന്മാർ, സൽസ്വഭാവികൾ എന്ന് പറയുന്നവരൊക്കെ നല്ല സുഖമായിട്ട് അകത്ത് താമസിച്ചിരുന്നപ്പോൾ ഇവൾ വേശ്യയാണ്, ഇവളെ വെളിയിൽ കളഞ്ഞേക്കാം,
ആ മതിലെല്ലാം ജീവിക്കട്ടെന്ന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇന്ന് ദൈവ പൈതലേ, നീയും അങ്ങനെ തള്ളപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നിൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്നെ തള്ളിക്കളയുന്നില്ല. ബാക്കി എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും ദൈവത്തിൻ്റെ ദൃഷ്ടി നിൻ്റെ മേലുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ്, ദൈവം നിന്നെ കാണുന്ന ദൈവമാണ്. എൽ റോയ്, ദ ഗോഡ് ഹു സീസ് യു. ഹാഗാറിനെ മരുഭൂമിയിൽ കണ്ട ദൈവം, ഹാഗാറിനായിട്ട് അവിടെ നീരറോയെ ഒരുക്കിയ ദൈവം നിന്നെയും കാണുന്നു. നിനക്കായിട്ടും ആവശ്യമുള്ളത് ഒരുക്കി തന്നെ തരും. ഇവൾ താമസിച്ചത് ആ മതിലിന്മേലായിരുന്നു. ഇവളുടെ ജനമോ അവിശ്വാസികളായിരുന്നു. ജീവിക്കുന്ന ദൈവത്തിൽ, യഹോവയിൽ വിശ്വസിക്കാത്തൊരു ജനം, അങ്ങനെയുള്ളൊരു ജനമായിരുന്നു. അവൾ ജനിച്ചത് അഗ്രേ ഒരു കുടുംബത്തിലേക്കാണ്. യഹോവയിൽ വിശ്വസിക്കാത്ത ഒരു ജനമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന്, പറഞ്ഞാട്ടെ, ദൈവത്തിൽ നിന്ന് ഒരു വിസിറ്റേഷൻ ഉണ്ടായി. എങ്ങനെയാണ്? യോശുവ 2 സ്പൈസിനെ അയച്ചു. യോശുവ ഇവരെ അയച്ചിട്ട് യോശുവ 2:1 നോക്കുമ്പോൾ, അനന്തരം നൂൻ്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ഷിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് റാഹാബ് എന്ന പേരുള്ള വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ജോഷുവ 2 പേരെ അയക്കുകയാണ്. ഈ യെരിഹോ ദേശം, ഈ യെരിഹോ പട്ടണം നശിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ പോയി അവിടെ ചെന്ന് നോക്കിയിട്ട് വരിക. എങ്ങനെയുണ്ട് ആ പട്ടണം, എങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു. റഹാബിൻ്റെ വശത്ത് നിന്ന് ചിന്തിച്ചാൽ എൻ്റെ ദേശം നശിക്കാൻ പോവുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു വരവ്, ദൈവം അവളുടെ ജീവിതത്തിലേക്ക് വരികയാണ് ഈ 2 വ്യക്തികളിൽ കൂടി. നമ്മളും ഇന്നായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഹൃദയം ദൈവത്തെ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ ഈ സമയത്തും ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. നമ്മളുടെ ഭയം, നമ്മളുടെ നിരാശ, നമ്മളുടെ സമാധാനമില്ലായ്മയുടെയൊക്കെ ഇടയ്ക്ക് കൂടി ദൈവത്തെ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തേക്ക് മാത്രം നോക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവവചനത്തിലായിരിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഈ 2 വ്യക്തികൾ ഇവളുടെ വീട്ടിൽ വരികയാണ്. ഇവിടെ വചനം പറയുന്നത്, അവൾ റഹാബ് എന്ന പേരുള്ള വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു എന്നാണ് പറയുന്നത്. ഇവൾ അവിശ്വാസിയായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു ജനത്തിൻ്റെ മധ്യമുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവൾ ഈ ജീവിക്കുന്ന ദൈവത്തെപ്പറ്റി കേട്ടിരുന്നു. അതാണ് ഇവൾ അവരോട് പറയുന്നത്. അടുത്ത വാക്യത്തിൽ നമുക്കത് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഒന്ന് ചിന്തിക്കാം. ഇവൾ കനാന്യ സ്ത്രീ, ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു ജനത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു സ്ത്രീ. പക്ഷേ ഇവൾ ഈ ദൈവത്തെ പറ്റി കേട്ടിരുന്നു. ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണ്? ഇവളുടെ ദേശത്ത് നാശം സംഭവിക്കുവാൻ പോവുകയാണ്. ഈ യെരിഹോ ദേശം നശിക്കപ്പെടുവാൻ പോവുകയാണ്. ഇവിടെ നഷ്ടം വരുവാൻ പോവുകയാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെയും ഇടയ്ക്ക് ഇവൾ എന്താണ് ചെയ്തത്? ഈ 2 ഒറ്റുകാരെന്ന് പറയുമ്പോൾ, സ്പൈസ് എന്ന് പറയുന്നത് മലയാളത്തിലിവിടെ ഒറ്റുകാരൻ എന്നാണ് പറയുന്നത്. ഈ 2 പേരെ അവളുടെ ഭവനത്തിലേക്ക് അവൾ സ്വാഗതം ചെയ്തു. യഥാർത്ഥമായിട്ട് അവൾ എന്തുമായിരുന്നു അവിടെ ചെയ്യുന്നത്? ദൈവം അയച്ചവരെ അവൾ തൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ, അവിടെ ഭവനം തുറന്ന് കൊടുത്ത് അവരെ സ്വാഗതം ചെയ്ത് അവിടെ താമസിപ്പിക്കുമ്പോൾ അവൾ ചെയ്തത് എന്താണ്? ദൈവത്തെ തൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്ത് അവളുടെ ഭവനത്തിൽ താമസിപ്പിക്കുകയാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അതായത് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയെ കൈക്കൊള്ളുന്നവൻ ദൈവത്തെ കൈക്കൊള്ളുന്നു. യേശുവിനാൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയെ കൈക്കൊള്ളുന്നവൻ യേശുവിനെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ത്രീ ഈ 2 പേരെ കൈക്കൊണ്ടപ്പോൾ, അവളുടെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്ത് അവിടെ താമസിക്കുവാൻ അനുവദിച്ചപ്പോൾ അവൾ എന്താണ് ചെയ്തത്? ദൈവത്തെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും ചെയ്യേണ്ടത് അതാണ്. ദൈവമേ, എൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് വന്നാട്ടെ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ സാഹചര്യത്തിലേക്ക്, എൻ്റെ ഭാവിയിലേക്ക്, എൻ്റെ പ്രയാസത്തിലേക്ക്, എൻ്റെ പ്രശ്നത്തിലേക്ക് കം ലോർഡ്, കം ഇൻ ടു മൈ ലൈഫ്. ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ദൈവമക്കൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് ഞാൻ ദൈവത്തെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ വിശ്വാസിയാണെന്നൊക്കെയും പറയുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ദൈവം യഥാർത്ഥമായിട്ട് ഞാൻ ദൈവത്തിന് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ടോ?
താമസിക്കുവാനായിട്ട്. ഇവിടെ പറയുന്നത് അവൾ അവരെ സ്വാഗതം ചെയ്തു, അവരുടെ വീട്ടിൽ അവർ പാർത്തു എന്നാണ് പറയുന്നത്. ഇന്ന് നാം അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ നമ്മളുടെ ഭവനത്തിൽ പാർക്കുവാനായിട്ട് അനുവദിക്കുക. വെറുതെ പറഞ്ഞു പോകാതെ, ദൈവമേ യഥാർത്ഥമായിട്ട് എൻ്റെ കുടുംബജീവിതത്തിലേക്ക് വന്നാട്ടെ, എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് വന്നാട്ടെ, എൻ്റെ സ്റ്റഡീസിലേക്ക് വന്നാട്ടെ, എൻ്റെ ജോലിയിലേക്ക് വന്നാട്ടെ, എൻ്റെ ബിസിനസ്സിലേക്ക് വന്നാട്ടെ, ദൈവമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങ് വന്ന് പാർത്താട്ടെ. കം ലോർഡ്, അബൈഡ് വിത്ത് മീ, സ്റ്റേ വിത്ത് മീ ലോർഡ്. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന. രണ്ടാമതായിട്ട്, ഇവൾ ദൈവത്തെ സ്വീകരിച്ചു അവളുടെ ഭവനത്തിലേക്ക്. അതൊരു പ്രോഗ്രഷനായിരുന്നു. ഇത് കേട്ടിട്ട് യെരിഹോ രാജാവ് ആൾക്കാരെ അയച്ചു ഇവളുടെ അടുക്കൽ. നിന്റെ ഭവനത്തിൽ 2 പേര് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അമ്മാരെ വിട്ടയച്ചു തന്നാട്ടെ. ഇവൾ ചെയ്തില്ല. ഇവൾ എന്ത് ചെയ്തു? ഇവൾ അവരെ പാത്തു വെച്ചു. മേളിൽ അവർക്ക് ഹൈഡ് ചെയ്യുവാനായിട്ട് സ്ഥലമൊരുക്കി. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു അവർ പോയി എന്ന് പറഞ്ഞു. എന്താണ് അവൾ ചെയ്തത്? ഷി വാസ് പാർട്ട്ണറിങ് വിത്ത് ഗോഡ്സ് ഫോർ ഹിസ് പ്ലാൻ ടു ബി ഫുൾഫിൽഡ്. ദൈവത്തോടു കൂടെ അവൾ പ്രവർത്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുവാനായിട്ട്. യോശുവ 2:2 മുതൽ 6 വരെ വായിക്കുമ്പോൾ അവിടെ അതൊക്കെയും പറയുന്നുണ്ട്. യെരിഹോ രാജാവ് പറയുകയാണ്, നീ എന്ത് ചെയ്യുക, ഇവിടെ 2 പേര് വന്നെന്ന് ഞാൻ അറിഞ്ഞു, അവരെ വിട്ടയച്ച് തന്നാട്ടെ. പക്ഷേ അവരെ ഇവിടെ പറയുന്നത് 5-ാം വാക്യം 6-ാം വാക്യം പറയുന്നു, അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു എന്ന്. ദൈവത്താൽ അയക്കപ്പെട്ടവരെ അവൾ ഒളിപ്പിച്ചു വെച്ചു. അവൾ ദൈവത്തോട് കൂടെ പ്രവർത്തിച്ചു, ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുവാനായിട്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെടുവാനായിട്ട് ഞാൻ ദൈവത്തോടു കൂടെ സഹകരിക്കുകയാണോ? അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇഫ് യു ആർ വർക്കിംഗ് വിത്ത് ഗോഡ്, യു ആർ ട്രൂലി വാക്കിംഗ് വിത്ത് ഗോഡ്. ആൻഡ് ഇഫ് യു ആർ വാക്കിംഗ് വിത്ത് ഗോഡ്, യു ആർ സേഫ് ഇൻ ദി ആംസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തി ദൈവത്തോട് കൂടെ നടക്കുകയാണ്. ദൈവത്തോട് കൂടെ നടക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏറ്റവും സുരക്ഷിതനുമാണ്. അത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മുമ്പോട്ട് പോകുമ്പോൾ അവൾ സംസാരിക്കുന്നതിൽ കൂടി അവളുടെ വിശ്വാസം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോശുവ 2:8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യമേ 11-ാം വാക്യത്തിൽ അവൾ പറയുന്നു, അവളുടെ വിശ്വാസം പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാനാന്യ സ്ത്രീ പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അവളുടെ വിശ്വാസം അവൾ ഉറപ്പിച്ച് പറയുകയാണ്, അവൾ പ്രസ്താവിക്കുകയാണ്, ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മുൻപേ നിൽക്കുന്നത് നാശമാണ്, എൻ്റെ ചുറ്റും നടക്കാൻ പോകുന്ന നാശമാണ്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ സ്വർഗത്തിലും ഭൂമിയിലും യഥാർത്ഥമായിട്ട് ദൈവം തന്നെ. ഹല്ലേലൂയ. അവളുടെ വിശ്വാസം പ്രസ്താവിക്കുകയാണ്. അതുപോലെ അവൾ പറയുന്നത് വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ദൈവം ചെയ്ത അത്ഭുതങ്ങളെപ്പറ്റി പറയുകയാണ്. അവൾ ഈ യെരിഹോയിലിരുന്ന് കേട്ടതേ ഉള്ളൂ, എന്നാൽ അവളത് വിശ്വസിച്ചു. എന്താണ്? ചെങ്കടലിനെ തൻ്റെ മക്കൾക്കായിട്ട് ദൈവം രണ്ടാക്കി. ഇവിടെ പറയുന്നത് 10-ാം വാക്യത്തിൽ ഇവിടെ പറയുന്നു, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ഞാൻ കേട്ടു, ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവം, ജീവിക്കുന്ന ദൈവം, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്കിന്ന് പറയാൻ പറ്റത്തില്ലേ? മിസ്രയീമിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ചെങ്കടലിലെ വെള്ളം വറ്റിച്ചില്ലേ? എത്രത്തോളം കൊണ്ടുവന്നില്ലേ? ഇവൾ പറയുകയാണ്, നാശത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവളുടെ വിശ്വാസം അവൾ പ്രസ്താവിക്കുകയാണ്. ഇന്നും ചുറ്റും പല കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ മക്കളുടെ അതിരത്തിൽ നിന്ന് ഇതാണ്, വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ചെങ്കടലിനെ വെള്ളം പറ്റിച്ച് എന്നെ കൊണ്ടുവന്ന ദൈവം. അവൾ അടുത്തതായിട്ട് പറയുന്നു, യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. മനസ്സിലാക്കുക, ഈ കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് യോർദാൻ ഇക്കരെ 2 രാജാക്കന്മാർ നിൽപ്പുണ്ടായിരുന്നു കാവൽക്കാരായിട്ട്. They were like 2 guardians ബിഫോർ എൻട്രിങ് ദ കേനൻ ലാൻഡ്. ഇവരെ ആ 2 പേരെ ഇവർ നശിപ്പിച്ചെന്നാണ്, നിർമൂലമാക്കിയെന്ന് പറഞ്ഞാൽ പൊടി പോലും വെക്കാതെ നശിപ്പിക്കുവാൻ ദൈവം സഹായിച്ചെന്നാണ് പറയുന്നത്. അവൾ പറയുന്നത്, ഞാൻ അതും കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവം
യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ എന്താണ് ചെയ്തത്? ഈ ദൈവത്തിൽ അവളുടെ വിശ്വാസം വെച്ചിട്ട് അവളെ തന്നെ ഈ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇവൾ പറയുകയാണ് ഇവരോട്, നിങ്ങൾ ഈ ദേശത്തെ നശിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും തൊടാതെ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു 12-ാം വാക്യത്തിൽ, ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ദയ ചെയ്തതുകൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്തും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവൾ പറയുകയാണ്, അവരോട് ഒരപേക്ഷയുണ്ട്. നിങ്ങളിത് നശിപ്പിക്കാൻ, ഇവിടെ നാശം വരുമ്പോൾ, എനിക്കറിയാം ഇവിടെ നാശം സംഭവിക്കാൻ പോവുകയാണ്, പക്ഷേ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം? അവൾ ചോദിക്കുവാണ്, അതിനായിട്ട് ഉറപ്പുള്ള ഒരു ലക്ഷ്യം എനിക്ക് തരണം. ഐ വാണ്ട് എ ടോക്കൺ ഫ്രം യു വെൻ എവറിത്തിങ് അറൗണ്ട് മീ ഈസ് ഡിസ്ട്രോയിഡ്, that me and my household will be untouched. We will be preserved. We will be protected. I want a token from you. I want a sign from you. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്കൊരു അടയാളം തരണം, നിങ്ങൾ എന്നെ സംരക്ഷിച്ചുകൊള്ളൂ എന്ന്. ഇവർ പറയുകയാണ്, എന്താണ് അവർ കൊടുത്ത അവൾക്ക് കൊടുത്ത അഷ്വറൻസ്? അവർക്കൊരു ഉറപ്പ് കൊടുത്ത് അവർ പോകുന്നതിന് മുൻപായിട്ട്. യോശുവ 2:14 വായിക്കുമ്പോൾ അവർ പറഞ്ഞു, അവളോട്, ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തയും കാണിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെ ഒക്കെയും നിൻ്റെ അടുക്കൽ വീട്ടി വരുത്തിക്കൊള്ളുകയും വേണം. എന്താണ് നീ ചെയ്യേണ്ടത്? നീ ഞങ്ങളെ ഇറക്കി വിടുന്ന ഈ കിളിവാതിൽക്കൽ ഒരു ചുവപ്പ് ചരട് നീ കെട്ടണം. എന്നിട്ട് നിൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെ ഒക്കെയും നിൻ്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അതായത് നീ എവിടെ ഈ ചുവപ്പ് ചരട് കെട്ടുന്നു ആ ഭവനത്തിൽ ആരൊക്കെ സുരക്ഷിതരായിരിക്കണം അവരെല്ലാം ഭവനത്തിലേക്ക് നീ കൊണ്ടുവരണം. നിന്നെയും നിൻ്റെ കുടുംബത്തെയും ആ ഭവനത്തിലേക്ക് നീ കൊണ്ടുവരണം. അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തം അവൻ്റെ തലമേലിരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവരാകും. നിന്നോടുകൂടെ വീട്ടിലിരിക്കുമ്പോൾ വല്ലവനും അവൻ്റെ മേൽ കൈവച്ചാൽ അവൻ്റെ രക്തം ഞങ്ങളുടെ തലമേലിരിക്കും. എന്നാൽ നീ ഞങ്ങളുടെ കാര്യം അറിയിച്ചാൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. അതിന് അവൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അവരെ അയച്ചു. അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. ഹല്ലേലൂയ. ഈ ചുവപ്പ് ചരട് എന്തോ ആണ്? യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം. പുറപ്പാട് 12:13 വാക്യത്തിൽ ദൈവം എന്താണ് പറഞ്ഞത് മോശയോട്? എക്സഡസ് 12:13, കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ യേശുവിൻ്റെ രക്തം? എവിടെ പറഞ്ഞു? ഈ ചുവപ്പ് ചരട് കിളിവാതിൽക്ക് നീ കെട്ടണം. അവളത് കെട്ടി എന്നാണ് പറയുന്നത്. എന്താണ് അവൾ ചെയ്തത്? അവർ അടയാളമായിട്ട് പറഞ്ഞത് അവളത് കെട്ടി. യേശുവിൻ്റെ രക്തം അവളുടെ ഭവനത്തിന്മേൽ ഒരടയാളമായി. അവർ എന്നിട്ട് അവരുടെ കുടുംബത്തെ മുഴുവൻ ആ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവൾ ആ ഒരു സംരക്ഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോശുവ ഇസ്രായേൽ മക്കളോടുകൂടെ വന്ന് യെരിഹോ ദേശം, ആ ദേശത്തെ നശിപ്പിക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു. യോശുവ 6:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ രാജ്യത്തെ നമ്മൾ വായിക്കുന്നു യോശുവ 6 എങ്ങനെ യെരിഹോ മതിൽ ഇടിഞ്ഞു വീഴുകയാണ്. അപ്പോഴും ഇവൾ സംരക്ഷിക്കപ്പെടുകയാണ്. യോശുവ ആ ദേശത്തെ നശിപ്പിക്കുമ്പോൾ യോശുവ തൻ്റെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയി റഹാബിനെ കണ്ടുപിടിക്കുക, അവളെ കൊണ്ടുവരാൻ പറയുന്നു. ഇവിടെ പറയുന്നത് യോശുവ 6:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ രാജ്യത്തെ ഒറ്റുനോക്കിയ 2 പുരുഷന്മാരോട് യോശുവ, വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റുകാരിയായിരുന്ന യൗവനക്കാർ ചെന്ന്
ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് റാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവർക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്നു. ഇസ്രയേൽ പാളയത്തിൽ പുറത്ത് പാർപ്പിച്ചു. പിന്നെ അവർ പട്ടണവും അതിലുള്ളതൊക്കെയും തീ വെച്ച് ചുട്ടുകളഞ്ഞു. ഹല്ലേലൂയ. 25-ാം വാക്യം. യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ റഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തിനെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്നുവരെയും ഇസ്രയേലിൽ പാർക്കുന്നു. യാക്കോബ് 2:25-26 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അവണ്ണം റഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അവളുടെ പ്രവൃത്തിയിൽ കൂടി അവൾ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താൽ അവർ ഈ രണ്ട് വ്യക്തികളെ അവരുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ അവിശ്വാസികളും പാപികളുമായവരോടുകൂടെ നശിക്കപ്പെടുന്നതിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. അതാണ് വചനം നമ്മളോട് പറയുന്നത്. ബൈ ഫെയ്ത്ത് Rahab received them into their house and so she was saved from destruction. ഇവിടെ പറയുന്നു, റഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവർത്തികളാൽ അല്ലോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. എന്നെ എപ്പോഴും റഹാബിൻ്റെ ജീവിതം അതിശയിപ്പിക്കുന്നു. എല്ലാവരിലും ഏറ്റവും താഴ്ത്തപ്പെട്ടവളായിട്ട് കരുതപ്പെട്ട ഒരു വ്യക്തി, ഒരു രീതിയിലും ഒരു നന്മയും അർഹിക്കാത്ത ഒരു വ്യക്തി. എന്നാൽ അവൾ ദൈവത്തിലൊരു വിശ്വാസം പ്രകടമാക്കി. ഹല്ലേലൂയ. അവൾക്കറിയാമായിരുന്നു ജനനത്താൽ അവൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലുള്ളവളല്ല. ഞാൻ ജനനത്താൽ അവിശ്വാസികളുടെ കൂടെയുള്ളവളാണ്. പക്ഷേ അവളുടെ വിശ്വാസം അവൾ പ്രകടമാക്കിയത് ദൈവത്തിൻ്റെ ജനത്തോടു കൂടി അവൾ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുവാനായിട്ട് തന്നെ സമർപ്പിച്ചതിൽ കൂടിയാണ്. The world rejected her, but God selected her. Hallelujah. Hallelujah. The world rejected her, but God selected her. Of all the women in her generation, it was Rahab that God selected to become the part of the genealogy that would be revealed through which his son would be born into this world. തൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് ജനിക്കുവാനായിട്ട് ഒരുക്കിയിരിക്കുന്ന വംശാവലിയിൽ റഹാബും ഒരു സ്ഥാനം കണ്ടുപിടിച്ചു. She was also placed there. Hallelujah. എങ്ങനെയാണ് ഈ വ്യക്തി? A person that the world rejects, but God selects. എങ്ങനെയാണത് സാധ്യമായത്? അവൾ പ്രകടമാക്കിയ വിശ്വാസത്തിൽ കൂടിയാണ്. അവൾക്ക് ചുറ്റും എല്ലാം നശിക്കുമെന്നറിഞ്ഞപ്പോഴും അവൾ ദൈവത്തിലൊരു ആശ്രയം വെച്ചു. അവൾ ജനനത്താൽ അറിഞ്ഞ ദൈവമല്ല, എന്നാൽ അവൾ കേട്ട് അവളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അവൾ വിശ്വസിച്ച് അവളുടെ ജീവിതം സമർപ്പിച്ച് ഞാൻ ഈ ദൈവത്തിനായി ജീവിക്കുമെന്നുള്ള ഒരു സമർപ്പണത്തോടെ അവൾ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഒന്ന്, അവളും അവളുടെ കുടുംബവും അവളുടെ ഭവനവും ആ ഒരു നാശത്തിൻ്റെ മധ്യത്തിൽ രക്ഷ ലഭിച്ചു. ഒന്ന്. രണ്ടാമത്, അവളെ ദൈവം തെരഞ്ഞെടുത്ത് ആ ഒരു വിശ്വാസം പ്രകടമാക്കിയതിൽ കൂടി അവളുടെ തലമുറയിൽ നിന്ന് ഒന്ന് ഓർത്തു നോക്കുക, അത് യോശുവയുടെയും കേലബിന്റെയും തലമുറയാണ്, എന്നാൽ റഹാബാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. അനേകരുള്ള തലമുറയാണ്, അനേക വലിയ വ്യക്തികളുള്ള തലമുറയായിരുന്നായിരിക്കാം, എന്നാൽ റഹാബിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഈ നാളുകൾ ദൈവമക്കളെ, ദൈവം നമ്മൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ജീവിതമാണ്. ഈ ജീവിതം യഥാർത്ഥമായിട്ട് ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതമായിരിക്കണം.
നമ്മൾ എന്തിൻ്റെയൊക്കെ മധ്യത്തിലാണെങ്കിലും നമ്മളെ സംരക്ഷിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉയരണം, ഒരു വിശ്വാസം ഉയരണം. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാനല്ല ഇനിയും ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് യേശുവാണ്. For me to live is Christ. ജീവിക്കുന്നുവെങ്കിൽ യേശുവിനായി. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് എനിക്ക് തരുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ അങ്ങേക്കായിട്ട് ജീവിക്കും. എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ നടന്നുകൊള്ളട്ടെ, എന്തവസ്ഥയിൽ കൂടി തന്നെ ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ ദൈവമേ, എന്നാൽ അതിൻ്റെ ഒക്കെയും മധ്യത്തിൽ ഞാൻ അങ്ങയെ മുറുകെ പിടിച്ച് ജീവിക്കും. അങ്ങാണ് എൻ്റെ അഭയസ്ഥാനം, അങ്ങാണ് എൻ്റെ കോട്ട, അങ്ങാണ് എൻ്റെ രക്ഷ ദൈവമേ. അങ്ങിൽ കൂടി അല്ലാതെ എനിക്ക് ഒരു നന്മയുമില്ല. യു ആർ മൈ റെഫ്യൂജ് ഓ ഗോഡ്, യു ആർ മൈ ഫോർട്രസ് ഓ ഗോഡ്, യു ആർ മൈ സ്ട്രോങ് ഹോൾഡ് ഓ ഗോഡ്. ഹല്ലേലൂയ. പ്രയാസ ദിവസത്തിൽ എൻ്റെ ദൈവം എനിക്ക് അഭയം. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യത്തിൽ, ബുദ്ധിമുട്ട് സാഹചര്യങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും സമീപസ്ഥൻ. അതായിരിക്കണം ഓരോ ദൈവമക്കളും പ്രസ്താവിക്കുന്നത് ഈ ദിവസങ്ങളിൽ. നമുക്ക് ഒരുമിച്ച് വായിക്കാം സങ്കീർത്തനം 91. എല്ലാവരും എടുത്താട്ടെ, നിങ്ങളുടെ വേദപുസ്തകം കൈകളിൽ എടുത്താട്ടെ. എല്ലാവരും ഒരുമിച്ച് നമ്മൾക്ക് വായിക്കാം. നമ്മൾക്കിന്ന് നമ്മെ തന്നെ ഈ ദൈവത്തിൻ്റെ മറവിലേക്ക് കൊണ്ടുവരാം. യു ഹാവ് ടു കം ഇൻ ടു ദ ഷെൽട്ടർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ഒരു മറവിലേക്ക് നമ്മൾ വരേണ്ടത് ആവശ്യമാണ്. അതിലേക്ക് നാം നടന്നു വരേണ്ടത് ആവശ്യമാണ്. യു ഹാവ് ടു വാക്ക് ഇൻ ടു ദ ഷെൽട്ടർ ഓഫ് ഗോഡ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് സമർപ്പണമുള്ള ഒരു ജീവിതം, സമർപ്പിക്കുന്ന ഒരു ജീവിതം, ദൈവത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു ജീവിതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രസ്താവിക്കാം. സങ്കീർത്തനം 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിന് കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദങ്ങൾ ഉയർത്തി കരങ്ങൾ കൊട്ടി ദൈവത്തിന് സ്തോത്രം കരയറ്റിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മക്കൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ആ റാഹാബിൻ്റെ ചുറ്റും നാശമായിരുന്നു, നഷ്ടങ്ങൾ വരികയായിരുന്നു കർത്താവേ. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് അങ്ങിലുള്ള വിശ്വാസത്തെ അവൾ പ്രസ്താവിച്ചു. അങ്ങ് ജീവിക്കുന്ന ദൈവമാണ് എന്നവൾ പ്രസ്താവിച്ചു. എന്നിട്ട് കർത്താവെ അവളുടെ ജീവിതത്തെ അങ്ങിലേക്ക് സമർപ്പിച്ചു, അങ്ങയോട് കൂടെ പ്രവർത്തിച്ചു, അങ്ങയുടെ ഹിതം നിറവേറ്റപ്പെടുവാനായിട്ട്. കർത്താവെ, അവൾ ഒരു അടയാളത്തെ ചോദിച്ചു. ഞാനും എൻ്റെ കുടുംബവും ഈ നാശം നടക്കുമ്പോൾ സംരക്ഷിക്കപ്പെടുവാനായിട്ടൊരു അടയാളം തരണമേ എന്ന് പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. അങ്ങയുടെ ജനത്തിൽ കൂടി അവൾക്ക് കൊടുത്തു അടയാളം. കർത്താവെ, ആ ചുവന്ന ചരട് ഇന്ന് യേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് കർത്താവെ ഒരടയാളമായിട്ട് അങ്ങ് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിൽ കൂടി വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ മക്കളുടെ മേലും കർത്താവെ യേശുവിൻ്റെ രക്തം ഒരടയാളമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കും കർത്താവെ ഞങ്ങൾക്കുള്ളതിനെല്ലാത്തിനെയും ഞങ്ങൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവെ, നാശത്തിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ രക്തം
ഞങ്ങളുടെ മേലും ഞങ്ങൾക്കുള്ള എല്ലാറ്റിന്മേലും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും, ഞങ്ങളുടെ സ്വത്തിന്മേലും, ഞങ്ങളുടെ കുടുംബത്തിന്മേലും കർത്താവേ ഒരു അടയാളമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് അഭയസ്ഥാനം, യേശുവിൻ്റെ രക്തം ഞങ്ങൾക്കൊരു കോട്ട, യേശുവിൻ്റെ രക്തം കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അവിടുന്ന് തന്നെ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ പൊതിഞ്ഞ് കാത്ത് സൂക്ഷിച്ച് കർത്താവെ, യേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് ചുറ്റും ഒരു കോട്ടയായി നിന്നുകൊണ്ട്, ഒരു വളയമായി നിന്നുകൊണ്ട് കർത്താവെ ഓരോ ദൈവമക്കളെയും ഈ ദിവസങ്ങളിൽ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ കർത്താവെ അങ്ങയുടെ ഹിതം വെളിപ്പെടട്ടെ, അങ്ങയുടെ ഹിതം നടക്കട്ടെ കർത്താവെ. ഓരോ മക്കൾക്കുമായിട്ട് കർത്താവെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന ആ നല്ല നാളെയിലേക്ക് ഒരു നാശവും സംഭവിക്കാതെ, ഒരു നഷ്ടവും സംഭവിക്കാതെ കർത്താവെ, താങ്ക് യു ലോർഡ്. നോ ഡിസ്ട്രക്ഷൻ, നോ ലോസസ് ഇൻ ദ ലൈഫ് ഓഫ് യുവർ ചിൽഡ്രൻ ഫാദർ, as long as they are under the protection of the blood of Jesus. താങ്ക് യു ഫാദർ. അങ്ങ് പറഞ്ഞതുപോലെ ആ ചുവപ്പ് നൂല് എവിടെ കെട്ടിയിരിക്കുന്നു അതിൻ്റെ ആ ഭവനത്തിലായിരിക്കുന്നിടത്തോളം നിങ്ങൾ സുരക്ഷിതരായിരിക്കും. Thank you Lord, as long as we are under the protection of the blood of Jesus, we will be safe, oh Father. Everything will be preserved, everything will be prospered for your children, dear Lord. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന ഈ ജീവിതം കർത്താവേ, അങ്ങ് നൽകിയിരിക്കുന്ന ഈ ആയുസ് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ. ജീവിക്കുന്നിടത്തോളം യേശുവിനായി, ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ നിത്യതയിൽ അങ്ങയോടുകൂടെ സ്വർഗത്തിലും ദൈവമേ. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നന്ദി കരയുന്നു. ഞങ്ങൾ അങ്ങയുടെ മക്കളായിരിക്കുന്നതിനായിട്ട്, അങ്ങയുടെ മക്കളാക്കി തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. സ്വർഗരാജ്യത്തിന്റെ അംശികളാക്കി തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. താങ്ക് യു ലോർഡ് that none of us are rejected but we are selected by God. ഹല്ലേലൂയ. ഞങ്ങളെ ആരെയും അങ്ങ് തള്ളിക്കളയുന്നില്ല കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അങ്ങയുടെ മക്കളാക്കി തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരിക്കൽ കൂടി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു, അങ്ങയുടെ ചിറകിൻ കീഴിലേക്ക് കൊണ്ടുവരുന്നു കർത്താവേ. അവിടുന്ന് എന്നെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, മുൻപോട്ട് നടത്തിക്കൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.